ഇതൊരു ചിക്കൻ 65 ബിരിയാണി ആക്കിയാലോ. ചിക്കൻ എടുക്കുക, അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് പിന്നെ ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലവർ പൊടി, അതൊരു 2 ടേബിൾ സ്പൂൺ ഇടാം. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനിടയ്ക്ക് നമുക്ക് മസാല കൂടി തയ്യാറാക്കാം. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാം. ശേഷം ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നല്ലോണം വഴറ്റുക. അതിന് ശേഷം നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് കൂടി ആഡാക്കി കൊടുക്കാം. അതും ഒരു ഏകദേശം ഒരു പരിവായി കഴിഞ്ഞാൽ നമ്മൾ തക്കാളി കൂടി ആഡാക്കിയിട്ട് ഒന്ന് നല്ലോണം മൂടി വെച്ചിട്ട് വേവിക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്താൽ, കറിവേപ്പില ജസ്റ്റ് ഇല്ലായിട്ടാണ് ഇട്ട് കൊടുക്കാത്തത്, അതിൻ്റെ ഇട്ടാൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഈ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ഇതിലിട്ടെടുത്ത് കുറച്ച് മല്ലി ഇലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാ നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ, ജസ്റ്റ് ഒരു കോൺഫ്ലവറിൻ്റെ മാറ്റം ഇതിലുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഇത് നെയ്ച്ചോറും കൂടി കുക്കറിൽ വെച്ചിട്ടുണ്ട്. ശേഷം നമ്മുടെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കാത്ത ആളാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക.